ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വെക്കേഷൻ്റെ അവസാന ദിവസത്തോട് അടുക്കുമ്പോൾ നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. വേറെ എവിടെയല്ല, ഇലവീഴ പൂഞ്ചിറ. വൈകിട്ട് ഒരു 3 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾ ആദ്യമായിട്ട് ഇലവീഴ പൂഞ്ചിറ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ തൊടുപുഴയുടെ KSRTC ബസ് സ്റ്റാൻഡാണ്. ഇനി നമുക്ക് ഇലവീഴ പൂഞ്ചിറയിൽ എത്താനുള്ള ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് പറയാം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്നും തൊടുപുഴയിലേക്കുള്ള വഴിയിലാണ് കാഞ്ഞിരംകവല എന്ന ഈ സ്ഥലം. കാഞ്ഞിരംകവലയിൽ നിന്നും മുകളിലേക്കുള്ള റോഡ് കയറി 10 കിലോമീറ്റർ പോകുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ഇലവീഴ പൂഞ്ചിറ എന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പാണ് കനാൻതോട് പാലം വ്യൂ പോയിന്റ് കാണാൻ കഴിയുക. ഈ കാണുന്ന അരുവിയുടെ ഭംഗി ആസ്വദിക്കാനും യാത്രക്കാർ ഏറെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. കാലാവസ്ഥയെപ്പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ പോയ ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സണ്ണി ഡേയിലാണ് ഞങ്ങൾ പോയത്. എങ്കിലും ആ ഒരു പ്രദേശത്തേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ ചെറിയ രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടും. അവിടുത്തെ വെള്ളത്തിനും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഹൈസൂട്ടിയുടെ പുതിയ ചെരുപ്പ് നനയോന്നും പറഞ്ഞ് അവൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഈ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ആംബിയൻസിനെ പറ്റി ഇനി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണെന്ന്. എന്നെപ്പോലെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബുക്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴി ഈ ഒരു ചായക്കടയിൽ നിന്ന് നിങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഒരു സാറ്റർഡേ ആയിരുന്നു. പിന്നെ ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ യാത്രക്കാർ ഒരുപാടുണ്ടായിരുന്നു. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചാർജായി. ഇനിയാണ് പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിയിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ടുള്ള ഓഫ് റോഡ് വരുന്നത്. കുറച്ച് സാഹസികത നിറഞ്ഞ വഴികളാണെങ്കിൽ കൂടിയും ഒരു ഫൺ ആൻഡ് എൻജോയബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സും കൂടിയാണ്. ഈ ഒരു ഓഫ് റോഡിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല തമാശയാണ്. നമ്മൾ കുലുങ്ങി ഒരു പരിധിയാവും അവിടെ എത്തുമ്പോൾ. എങ്കിലും നല്ല രസമുണ്ടായി. എപ്പോഴും ഒന്നും ഇല്ലല്ലോ, വല്ലപ്പോഴും ഇതുപോലെ പോകുമ്പോഴാണ് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഹൈസൂട്ടിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ കാണുന്ന വഴിയിലൂടെയൊക്കെ നമുക്ക് കാറ് കൊണ്ട് ചെല്ലാൻ പോസിബിൾ അല്ല, ബൈക്കുകളൊക്കെ കയറിപ്പോകും. നമ്മൾ നമ്മുടെ കാറ് സേഫായിട്ട് പാർക്ക് ചെയ്തു. അവിടെ ട്രക്കിങ്ങിനായിട്ട് കുറേ ജീപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ ആ ജീപ്പിലാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ജീപ്പിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ 1000 rupees ആയിരുന്നു. ഈ ഒരു വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. ഈ കാണുന്നത് മലങ്കര ഡാമിൻ്റെ വ്യൂ ആണ്. ഇനി അടുത്തത് പോകുന്നത് അവിടെ തന്നെയുള്ള മുനീറ ഗുഹയിലേക്കാണ്. കുറച്ച് സാഹസികത നിറഞ്ഞ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഗുഹയിലേക്ക് പോകുന്നത്. ചുറ്റിനും ഇല്ലിക്കമ്പുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ. ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ച് ഇരുണ്ടു മൂടിയ ഒരു ആംബിയൻസ് ആണ്. ഈ കാണുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഗുഹയുടെ ഉള്ളിൽ മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. ഫോണിൻ്റെ ബാക്ക് ലൈറ്റ് ഓണാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോയത്. ആദ്യം കാണുമ്പോൾ നമുക്കിത് കുറച്ച് ഭയാനകമായിട്ടൊക്കെ തോന്നും. എങ്കിലും ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായിപ്പോയനെ, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. കുറച്ച് സാഹസികത നിറഞ്ഞ യാത്രയ്ക്ക് ശേഷം നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്പോട്ട് എത്താറായി, ഇലവീഴ പൂഞ്ചിറ തടാകം. ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും സാധിക്കില്ല, പക്ഷേ എൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കാം. ഒരു ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അടുത്താണ് വ്യൂ പോയിന്റ് വരുന്നത്. എന്ത് ഭംഗിയാലേ കാണാനൊക്കെ, നല്ല തെളിഞ്ഞ വെള്ളം.
കോട്ടയം ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ ഇലവീഴ പുഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് മാങ്കുന്നത്ത്, കടയന്നൂർ മല, താനിപ്പാറ എന്നീ മലനിരകൾക്കിടയിലാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200ഓളം അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ഇലവീഴ പുഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ കാറ്റ് വീശുമെങ്കിൽ കൂടിയും ഒരില പോലും വീഴാത്തത് കൊണ്ട് ഇലവീഴ പുഞ്ചിറ എന്ന പേരും വന്നു. നമ്മൾ ജീപ്പ് പ്രിഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടം വരെ ജീപ്പിൽ വരാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ വന്ന ജീപ്പിൻ്റെയൊക്കെ പാർക്കിംഗ്. നമ്മൾ മതിയാവോളം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിയും വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ജീപ്പ് നിന്നോളും. തിരിച്ച് നമ്മൾ സേഫായിട്ട് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കും. ഈ ഒരു വ്യൂ വരുന്നത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ എന്നീ 6 ജില്ലകളുടെ ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുക. ഈ കാണുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് വയർലെസ് റിപ്പീറ്റർ സെൻ്റർ ആണ്. ഈ ട്രെയിനിൻ്റെ ബോഗി പോലെ കാണുന്നതായിരുന്നു പഴയ വയർലെസ് സ്റ്റേഷൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനമുണ്ട്. നമുക്ക് വേണ്ടിയ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം. നിങ്ങൾ പൂഞ്ചിറയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ സമയത്ത് വരണം, അല്ലെങ്കിൽ വൈകിട്ട് വരണം. ഉച്ച സമയത്ത് വെയിലുള്ളപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വൈകിട്ട് 5 മണി കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള കോടയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സമയത്ത് വേറെ ഫീൽ തന്നെയാണ്. നമ്മൾ എന്തോരം ഉയരത്തിലേക്ക് കയറിയാലും നമ്മൾക്ക് മടുപ്പൊന്നും തോന്നൂല. നല്ല ഉയരം ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ ഇടിമിന്നലൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണിത്. ഏതായാലും ഞങ്ങൾ പോയ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. മഴയുണ്ടായിരുന്നില്ല, അധികം വെയിലും ഉണ്ടായിരുന്നില്ല. ആ കാണുന്ന പുൽമേടുകൾക്കിടയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സംസാരിച്ചിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. എന്നെപ്പോലെ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ നടക്കാനുണ്ടെങ്കിൽ കൂടിയും ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് ആ ഒരു ക്ഷീണം നമുക്കറിയില്ല. ഞാനൊരു സെക്കൻഡ് ടൈമാണ് ഓഫ് റോഡ് പോകുന്നത്. ഇതിനു മുമ്പ് തൊമ്മൻകുത്ത് പോയൊരു വീഡിയോയിൽ ചെറിയൊരു ഭാഗം ഓഫ് റോഡ് ഉണ്ടായി. പൂഞ്ചിറയുടെ ഭംഗി ആസ്വദിച്ച് നമുക്ക് അവിടെ നിന്ന് വരാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു. എങ്കിലും നമുക്ക് വീട്ടിൽ പോകണമല്ലോ. അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് ഫുഡ് കഴിച്ചു. നിങ്ങൾ ഇലവീഴ പുഞ്ചിറയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കനാൻതോട് പാലവും മുനിയറ ഗുഹയും തടാകവും ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുതേ. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.